ബിഗ് ബോസ് താരമായിരുന്ന സംവിധായകൻ ശ്രീ അഖിൽ മാരാർ. വെൽക്കം ശ്രീ അഖിൽ. ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും, ഇറങ്ങി പോകുന്നു പറഞ്ഞു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല, ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല, ഞാൻ പറയുന്നത് എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അത് കയ്യിലിരിപ്പിന്റെ അതെ, കയ്യിലിരിപ്പിന്റെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷേ ഇത് സത്യമുണ്ട്, ഇതിൽ സത്യമുണ്ട് കാശ്മീർ. എന്റെ കാരണം ഞാൻ പറയുന്നൊന്ന് കേട്ടുകളാ നിങ്ങള്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുറച്ച് പേരെടുത്ത് ഞാൻ പറയും ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്, അതിന് കുഴപ്പമുണ്ടോ? അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. കാര്യം പുള്ളി അന്നേരം പറയുന്നത് ഇതിനാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവല്ലേ കാശ്മീർ. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്, അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. ഒരു മനുഷ്യനെ സുരക്ഷിത കോട്ടകളല്ല, കോട്ട പൊളിക്കാനാണ് പ്ലാൻ എന്നൊക്കെ അഖിൽ പറഞ്ഞു. കാശ്മീർ പിന്നെ ഒരു ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. പല സാഹചര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് അവരെ നമ്മൾ ആവേശഭരിതരാക്കണം. അതിനുവേണ്ടി മാത്രമല്ല, സത്യത്തിൽ ഒരുതരം എന്റെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുക. ഞാൻ നാണക്കേട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. നാണക്കേട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ വഴി കൂടെ പോകുന്ന ഏത് അലവലാതിക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാ തൃക്കാക്കര. വേണ്ടെന്ന് ഇറങ്ങി തുറന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. മത്സരിച്ചിട്ട് 21,500 അത്ര മോശം ഓട്ടൊന്നും അല്ലല്ലോ. വലിയ കൊട്ടാരക്കര പോലും ഈ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എവിടുത്തെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അഖിൽ മാരാർ പറയുകയാണ് 25,000 ബൈക്ക് വിറ്റു. അഖിൽ മാരാറുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 രൂപ കണക്കാൻ കാണിക്കാം. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. 5 ലക്ഷം തന്നോ? ഞാൻ 5 ലക്ഷം രൂപ നിലപാട്, അത് പലപാടാണ്. സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽ മാരാരെ? എനിക്ക് അറിയത്തില്ല, അത്രേ ഉള്ളൂ. എന്നാ അപരാധോടാ ക്ലീറ്റസാ നിങ്ങൾ കാണിച്ച. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ.